അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ലോപ്ഡ് റൂഫിൻ്റെ ഓഫ്സെറ്റാണ്. ഓഫ്സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം. അത് നമ്മൾ ഓരോ സ്ലോപ്പ് അനുസരിച്ച് അതിൻ്റെ ലെങ്ത് ഡിഫറൻ്റ് ആയിട്ട് വരും. അപ്പം മിനിമം ഒരു 80-70 സെൻറ്റിമീറ്റർ എങ്കിലും നമ്മൾ മിനിമം കൊടുക്കണം. എങ്കിലേ നമ്മൾ ഈ ചുവരിലേക്ക് വെള്ളം വീഴാതിരിക്കത്തുള്ളൂ ഈ മഴ പെയ്യുമ്പോഴൊക്കെ. അതുപോലെ വെയിലടിക്കുന്നതും എല്ലാം നമുക്കതിലൂടെ തടയാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഷട്ടർ ചെയ്യുന്നതാണെങ്കിലും അതിൽ കോൺക്രീറ്റ് ഇടുന്നതാണെങ്കിലും അതെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്ലോപ്പ് റൂഫിൽ ചെയ്യാനായിട്ട്. അതിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്മിക്സേഴ്സ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ലെവലിങ്, അതിൻ്റെ ടോപ്പ് ലെവലിങ് നീറ്റായിട്ട് ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന തിക്നെസ്സൊക്കെ വളരെയായിട്ട് കൂടുകയും പിന്നെ അത് ഒരു ഓവർ എക്സ്റ്റൻസിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ് ഈ സ്ലോപ്ഡ് റൂഫിൻ്റെ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ലോപ്ഡ് റൂഫ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് കോൺക്രീറ്റിൽ ചെയ്യാം, പിന്നെ നമുക്ക് സെക്ഷൻ ചെയ്തിട്ട് അതിൽ ഓടോ ഷിംഗിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന മെത്തേഡ് ചെയ്യാം. എല്ലാം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒന്നാണ്. പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് ഫ്ലാറ്റ് റൂഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ലോപ്പ് അതായത് സെക്ഷനിൽ ചെയ്തെടുക്കുന്നൊരു മെത്തേഡുണ്ട്. അത് കോസ്റ്റ് കുറച്ച് കൂടും, പക്ഷേ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കൊരു ഡബിൾ പ്രൊട്ടക്ഷനാണ് അപ്പോൾ അവിടെ കിട്ടുന്നത്. വീടിനൊക്കെ കുറച്ചുകൂടെ ലൈഫ് കിട്ടും. അത് ആസ് പെർ ഡിസൈനും പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ലോപ്പ് റൂഫ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.